കർത്തൃദിനം, ശ്രേഷ്ഠദിനം, ആരാധനക്കു വിശുദ്ധദിനം. ഹല്ലേലൂയ ഗാനം ചൊല്ലി ഹൃദയങ്ങൾ വാഴ്ത്തിടാം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ സ്നേഹിതരെ, ഒരു പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. പുതിയ ചില ചിന്തകളും പുതിയ ചില തീരുമാനങ്ങളുമൊക്കെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവാം. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രയാസമുളവാക്കുന്നത് കുടുംബ തകർച്ചയുടെ കൊടുങ്കാറ്റാണ്. പ്രശസ്ത ചിന്തകനും വാഗ്മിയുമായിരുന്ന ബിഷപ്പ് ഫുൾട്ടൺ ഷീൻ പ്രസ്താവിച്ചു, സമൂഹത്തിൻ്റെ അടിത്തറ കുടുംബമാണ്. ആ അടിത്തറ ഇളകിപ്പോയാൽ സമൂഹം നാശോന്മുഖമാകും. പ്രവചന സ്വഭാവമുള്ള ആ വാക്കുകൾ ഇന്ന് അന്വർത്ഥമായി കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ. ഭൗതിക അഭിവൃദ്ധിയിലും ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനത്തിലും അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അത്ഭുതാവഹമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടോ എന്നുള്ളത് സത്യം. ആരെയും കീഴടക്കുവാനുള്ള ശക്തിയും അവർക്കുണ്ട്. അവയെ നാശത്തിലേക്ക് നയിക്കുന്നത് അവിടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതിയും കുടുംബ തകർച്ചയുമാണ്. അതാരെയും അമ്പരപ്പിക്കുന്ന വിധത്തിലാണ് താൻ. ഇന്ന് കുടുംബ കോടതികളുടെയും കൗൺസിലിംഗ് ബ്യൂറോകളുടെയും എണ്ണം അത്ഭുതപൂർവമായി നമ്മുടെ നാട്ടിലും വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ കുടുംബങ്ങൾ അപരിഹത്യ പ്രശ്നങ്ങളുമായി ഇഴഞ്ഞു നീങ്ങുകയാണ്. ആരും വിവാഹത്തെ ആജീവനാന്ത ബന്ധമായി കാണുന്നില്ല. മരണം വേർപെടുത്തം വരെയുള്ള ബന്ധമായി വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും അതാരും ഗൗരവമായി എടുത്തിട്ടുമില്ല. ഔപചാരികമായ വിവാഹ കർമ്മം ഒന്നും കൂടാതെ ഇണകളായി കഴിയുന്നവരുടെ സംഖ്യകളും കുറവല്ല. അങ്ങനെ ജീവിക്കുന്നത് തെറ്റായി കാണുന്നുമില്ല. വിവാഹങ്ങളിൽ പകുതിയിലധികവും വിവാഹമോചനത്തിൽ കലാശിക്കും. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഭാര്യയുടെ നാലാമത്തെയോ അഞ്ചാമത്തെയോ ഭർത്താവായി അവകാശപ്പെടുന്നതിൽ അഭിമാനമല്ലാതെ അപമാനമുള്ളതായി ഇപ്പോൾ തോന്നുന്നതുമില്ല. അവിവാഹിതരായ മാതാക്കളും അപൂർവമല്ല. പല ദമ്പതികളും മക്കൾ ജനിക്കുന്നതും അവരെ വളർത്തുന്നതും ഭാരമായി കാണുന്നവരാണ്. തങ്ങളുടെ പിതാക്കന്മാരെ പറ്റി നിശ്ചയമില്ലാത്ത കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കന്മാർ എന്ന സ്ഥാനത്ത് ഒരാളിനെ മാത്രമേ അവർക്ക് അവകാശപ്പെടാനുള്ളൂ, ഇരുവരും ജീവിച്ചിരിപ്പുണ്ടെങ്കിലും. പ്രിയമുള്ളവരെ, കുടുംബ തകർച്ചയുടെ കൊടുങ്കാറ്റ് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ആഞ്ഞടിക്കുന്നു. നമ്മുടെ സമൂഹത്തിലും അതിൻ്റെ അലടികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തിക ഉന്നമനത്തിനു വേണ്ടിയുള്ള പരക്കം പാച്ചിലിൽ പലപ്പോഴും കുടുംബ ഭദ്രത കണക്കിലെടുക്കാറില്ല. കെട്ടുറപ്പുള്ള കുടുംബങ്ങളായിരുന്നു ഒരു കാലത്ത് നമ്മുടെ അഭിമാനം. കുടുംബ ബന്ധങ്ങളെ ബന്ധനങ്ങളായി നാം കണക്കാക്കിയിരുന്നില്ല. അവിടെ മുഖംമൂടിയില്ലാതെ വർത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. അംഗങ്ങളുടെ പ്രശ്നങ്ങളും ഭാരങ്ങളും ഇറക്കി വയ്ക്കുവാനുള്ള അത്താണിയായിരുന്നു കുടുംബം. അന്യോന്യം ഹൃദയം തുറന്ന് പങ്കുവയ്ക്കുമ്പോൾ ഭാരങ്ങൾ ലഘൂകരിക്കപ്പെടും. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും കഴിയും. പരസ്പരമുള്ള ആശയത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും അന്തരീക്ഷമാണ് കുടുംബങ്ങൾ നൽകിയിരുന്നത്. ഭൂമിയിലെ പർദീസ എന്ന ഭവനത്തെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ലായിരുന്നു. സ്നേഹവും സന്തോഷവും സമാധാനവും നിറഞ്ഞ കുടുംബാന്തരീക്ഷത്തിൽ നിന്നാണ് നല്ല വ്യക്തിത്വങ്ങൾ വാർത്തെടുക്കപ്പെടുന്നതും. ഇതിനെല്ലാം അടിസ്ഥാനം ഈശ്വര ചിന്തയ്ക്കും ഈശ്വര ആരാധനയ്ക്കും ഭവനത്തിലും സ്ഥാനം നൽകുന്നു എന്നുള്ളതാണ്. നാമജപവും പ്രാർത്ഥനയും നിസ്കാരവും അതത് ഭവനങ്ങളിൽ അവരവരുടെ മതവിശ്വാസം അനുസരിച്ച് നിഷ്ഠാപൂർവം നടത്തിയിരുന്നു. ഇന്നതിന് കോട്ടം തട്ടിയിട്ടില്ലേ? തൽസ്ഥാനത്ത് TV സീരിയലുകൾ കടന്നെത്തിയിരിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമയിൽ പുലരും എന്നുള്ള പ്രസ്താവന തികച്ചും അർത്ഥവത്തായിത്തീരുന്ന ഒരു കാലഘട്ടം. ലോകം മുഴുവൻ നേടിയാലും സ്വന്തം കുടുംബം നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം എന്നുള്ള ചോദ്യം ഈ പുതിയ വർഷത്തിൽ നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കട്ടെ. പുതിയ തീരുമാനങ്ങൾ നമുക്കെടുക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളോടൊന്ന് ചേർന്ന് നിൽക്കാം. നമുക്കിടയിലുള്ള ഈഗോയെ ഒന്ന് മാറ്റാം. ഈശ്വരന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ധന്യമായ ഓരോ ദിവസങ്ങളായിട്ട് മുന്നോട്ടുള്ള ദിവസങ്ങളെ നയിക്കുവാൻ തക്കവണ്ണം ഈശ്വരൻ നമുക്കെല്ലാവർക്കും ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സരത്തിൻ്റെതായ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നിങ്ങളുടെ ജോൺ പോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ.